ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലം PSCയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ബയോളജിയുടെ കൂടെ വരുന്ന പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഭാഗത്ത് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. വരുന്ന എല്ലാ പരീക്ഷകളിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു സീരീസ് ആയിരിക്കും ഇത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ക്ലാസ്സിൻ്റെ താഴെ രേഖപ്പെടുത്തുക കേട്ടോ. നമുക്ക് തുടങ്ങാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ADHDയുടെ പൂർണ്ണ രൂപമാണ്. ഇപ്പോൾ ADHD എന്നുള്ളത് നമ്മൾ നോർമലി ഇപ്പം കുറച്ചധികം കേൾക്കുന്ന ഒരു ടേമാണ് അല്ലേ. ADHD നമ്മൾ സോഷ്യൽ മീഡിയാസിലൊക്കെ നിങ്ങൾ കേൾക്കുന്ന ഒരു ടേം ആയിരിക്കും ADHD. എന്താണ് ADHD? ഈ കുട്ടികളിലും ടീനേജേഴ്സിലുമാണ് കൂടുതലായിട്ട് ADHD എന്ന് പറയുന്ന പ്രശ്നം കാണുന്നത് അല്ലേ. അതായത് ഹൈപ്പർ ആക്റ്റീവായിട്ട് ഇരിക്കുക അല്ലേ. ഒരു കുട്ടി വെറുതെ ഇരിക്കാൻ പറ്റാതെ ഹൈപ്പർ ആക്റ്റീവായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ADHD എന്ന് പറയുന്നത്. അപ്പോൾ ADHDയുടെ പൂർണ്ണ രൂപം എന്താണത്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിലേതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? ADHDയുടെ പൂർണ്ണ രൂപം ഓപ്ഷൻ D ആണ്. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ആണ് ADHDയുടെ പൂർണ്ണ രൂപം കേട്ടോ. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. കുഞ്ഞുങ്ങളൊക്കെ ഹൈപ്പർ ആക്റ്റീവായിട്ട് ഇരിക്കുന്ന അവസ്ഥയാണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ജങ്ക് ഫുഡ് കഴിക്കുന്ന കുട്ടികളെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ജങ്ക് ഫുഡ് കഴിക്കുന്ന കുട്ടികളെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. പൊണ്ണത്തടി ഉണ്ടാവാൻ കാരണമാകുന്നില്ലേ ജങ്ക് ഫുഡ് കഴിക്കുന്നത്? തീർച്ചയായിട്ടും കാരണമാകുന്നുണ്ട്. പഠനത്തെയും ഓർമ്മശക്തിയെയും പ്രതികൂലമായി ബാധിക്കുന്നു, ഉണ്ടല്ലേ, പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. അമിതാഹാരം കഴിക്കാനുള്ള പ്രവണത ഉണ്ടാക്കുന്നുണ്ടോ ജങ്ക് ഫുഡ്? തീർച്ചയായിട്ടും ഉണ്ട്. പോഷക സമൃദ്ധമായ ഭക്ഷണം ആണോ? ജങ്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ പോഷക സമൃദ്ധമായ ഭക്ഷണമാണോ? ഒരിക്കലും അല്ല. അപ്പോൾ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലാത്തത് ഓപ്ഷൻ D ആയിരിക്കില്ലേ? പോഷക സമൃദ്ധമായ ഭക്ഷണം എന്നുള്ളതാണ് അവിടെ ശരിയല്ലാത്തത്. ഓക്കെ, ജങ്ക് ഫുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൈദ്യുതാഘാതം സംഭവിക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്തത് ഏത്? ഓക്കെ, വൈദ്യുതാഘാതം സംഭവിക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്തത് ഏത്? മെയിൻ സ്വിച്ച് അല്ലെങ്കിൽ അനുബന്ധ സ്വിച്ച് ഓഫ് ആക്കുക. ചെയ്യാമോ? മെയിൻ സ്വിച്ച് അല്ലെങ്കിൽ അനുബന്ധ സ്വിച്ച് ഓഫ് ആക്കണോ? വൈദ്യുതാഘാതം, ഒരു ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത് ചെയ്യേണ്ടതാണ് അല്ലേ, ചെയ്യേണ്ടതാണ്. ആവശ്യമെങ്കിൽ കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുക. ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൃത്രിമ ശ്വാസോച്ഛ്വാസം എന്ത് ചെയ്യാം? കൊടുക്കാം. അപ്പം അതും ചെയ്യേണ്ടതാണ്. വൈദ്യുത ബന്ധത്തിൽ നിന്ന് വേർപെടുത്താൻ ശക്തിയായി പിടിച്ചു തള്ളുക. ഇവിടെ ടൈപ്പിങ്ങിൻ്റെ എററാണ്, പഠിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്, പിടിച്ചു തള്ളുക. നോക്കൂ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വൈദ്യുത ബന്ധത്തിൽ നിന്ന് വേർപെടുത്തണം. ഒരാൾക്ക് ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ വൈദ്യുത ബന്ധത്തിൽ നിന്നും അവരെ വേർപെടുത്തേണ്ട ആവശ്യമുണ്ട്. പക്ഷെ അതിന് പിടിച്ചു തള്ളുകയാണോ മാർഗം? മനുഷ്യ ശരീരം ഒരു കണ്ടക്ടർ അല്ലേ, ഒരു ചാലകമല്ലേ. ഇപ്പൊ ഷോക്ക് അടിച്ച ഒരാളുടെ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്കും ഷോക്ക് അടിക്കും അല്ലേ. ഫ്രണ്ട്സ് സിനിമയിൽ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഷോക്ക് അടിക്കുമ്പോഴത്തേക്ക് ഓരോരുത്തരായിട്ട് പോയി പിടിക്കുന്ന അല്ലേ, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഷോക്ക് അടിക്കും അല്ലേ. അപ്പോൾ പിടിച്ചു തള്ളാൻ പാടുമോ? പിടിച്ചു തള്ളാൻ പാടില്ല. നമ്മളൊരു കുജാലകം വെച്ചിട്ട്, അതായത് ഒരു വടിയോ അല്ലെങ്കിൽ ഒരു ബാഗോ എന്തെങ്കിലും വൈദ്യുതിനെ കടത്തി വിടാത്തൊരു കുജാലകം ഉപയോഗിച്ചിട്ട് വേണം അവരെ വൈദ്യുത ബന്ധത്തിൽ നിന്നും വേർപെടുത്താനായിട്ട് അല്ലേ. അപ്പോൾ അതാണ് അവിടെ തെറ്റെന്ന് പറയുന്നത്. വൈദ്യുത ബന്ധത്തിൽ നിന്ന് വേർപെടുത്താൻ ശക്തിയായി പിടിച്ചു തള്ളുക എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. പൊള്ളലുണ്ടെങ്കിൽ അതിനുള്ള പരിചരണം നൽകുക. വേണമല്ലോ, അതും നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ ചെയ്യാൻ പാടില്ലാത്തതാണ് ചോദിച്ചത്, ഓപ്ഷൻ C ആണ്. ചെയ്യാൻ പാടില്ലാത്തത് ഓപ്ഷൻ C ആണ്. അടുത്തത്, നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി പൊതുജനാരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന് കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നോക്കൂ, ലൈഫ് ആരോഗ്യ കേരളം, ആർദ്രം ഹരിത കേരളം. ഇതിൽ ആരോഗ്യ കേരളം കാണുമ്പോൾ ചില ആൾക്കാർക്ക് സംശയം വരും. നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കണം, പൊതുജനാരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനായി കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ്. ആർദ്രമാണ് ആൻസർ. എന്താണ് ആർദ്രം? നമ്മുടെ ഹോസ്പിറ്റൽ നവീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ആർദ്രം അല്ലെ. അതായത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുക, ജനസൗഹൃദ OP സർവീസുകൾ കൊണ്ടുവരിക അല്ലെ. അങ്ങനെ നമ്മുടെ ഹോസ്പിറ്റൽ നവീകരണവുമായി ബന്ധപ്പെട്ട് പൊതുജനാരോഗ്യ സംവിധാനത്തെ മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ എല്ലാം നടപ്പിലാക്കുന്ന പദ്ധതി എന്ന് പറയുന്നത് ആർദ്രം മിഷനാണ്, ആർദ്രം പദ്ധതിയാണ്. അപ്പൊ അതാണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ആർദ്രമാണ് ആൻസർ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏത് അപകടം സംഭവിച്ചാലാണ് താഴെ പറയുന്ന പ്രഥമ ശുശ്രൂഷ നൽകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. കുറച്ചു സമയം രക്തം വാർന്നു പോകാൻ അനുവദിക്കുക, ശുദ്ധമായ തുണി കൊണ്ട് മുറിവ് വെച്ച് കെട്ടുക, മുറിവ് വീര്യം കുറഞ്ഞ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക. നോക്കൂ, ഓപ്ഷൻസ് എന്തൊക്കെയാണ്? പ്രാണിയുടെ കടിയേറ്റാൽ നമ്മൾ ചെയ്യോ? പ്രാണിയുടെ കടിയേറ്റാൽ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യോ? ഇല്ല.
പാമ്പ് കടിയേറ്റാൽ ചെയ്യാൻ പറ്റുമോ? ഇത് രക്തം വാർന്നു പോകാൻ സമ്മതിക്കുകയും സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകുകയും നമ്മൾ ചെയ്യാറുണ്ടോ? നോ, ചെയ്യാൻ പറ്റില്ല. പട്ടി കടിച്ചാൽ ചെയ്യില്ലേ? പട്ടി കടിച്ചാലല്ലേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? രക്തം വാർന്നു പോകാൻ അനുവദിക്കുന്നു, ശുദ്ധമായിട്ടുള്ള തുണി കൊണ്ട് മുറിവ് വെച്ച് കെട്ടുന്നു, വീര്യം കുറഞ്ഞ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുന്നു, അല്ലെ? പട്ടി കടിച്ചാലാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. പട്ടി കടിച്ചാൽ. ലാസ്റ്റ് ഓപ്ഷൻ ശരീരത്തിൽ മുറിവുണ്ടായാലാണ്. അങ്ങനെയല്ല, അത് നമ്മളങ്ങനെ അല്ല വരുന്ന. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പട്ടി കടിച്ചാൽ എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മനുഷ്യരോഗങ്ങൾ, മൃഗരോഗങ്ങൾ, പരിസ്ഥിതി ആരോഗ്യം എന്നിവ തമ്മിലുള്ള ബന്ധം തിരിച്ചറിയുകയും അവയെ ഏകോപിതമായി നിയന്ത്രിക്കുകയും ചെയ്യുന്ന സമഗ്ര ആരോഗ്യ പരിപാലന പദ്ധതി ഏതാണ്? ഓക്കെ, മനുഷ്യരോഗങ്ങൾ, മൃഗരോഗങ്ങൾ, പരിസ്ഥിതി ആരോഗ്യം എന്നിവ തമ്മിലുള്ള ബന്ധം തിരിച്ചറിയുകയും അതിനെ ഒരുമിപ്പിച്ചുകൊണ്ട് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള സമഗ്ര ആരോഗ്യ പരിപാലന പദ്ധതി. അതായത് ഇത് സ്ഥിരമായിട്ട് പല രീതിയിൽ ഈ സെയിം ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ഇപ്പോൾ പരീക്ഷയ്ക്ക്. ഇപ്പൊ മനുഷ്യരുടെ ആരോഗ്യം നന്നായിട്ടിരിക്കണമെങ്കിൽ നമ്മൾ മനുഷ്യന്മാരുടെ രോഗങ്ങളെ മാത്രം നിയന്ത്രിച്ചാൽ പോരാ, ശരിയല്ലേ? കാരണം നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്ന ജന്തുക്കൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതും നമ്മളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ പരിസ്ഥിതി നല്ല രീതിയിലല്ല ഇരിക്കുന്നെങ്കിൽ, അതിന്റെ ആരോഗ്യം ശരിയല്ലെങ്കിൽ നമുക്ക് അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെ? അപ്പൊ മനുഷ്യരുടെ ആരോഗ്യത്തോടൊപ്പം തന്നെ മൃഗങ്ങളുടെ ആരോഗ്യത്തിനും പരിസ്ഥിതിയുടെ ആരോഗ്യത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് എല്ലാവരുടെയും ആരോഗ്യസ്ഥിതിയെ ഒരുമിപ്പിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള സമഗ്ര ആരോഗ്യ പരിപാലന പദ്ധതി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? വൺ ഹെൽത്ത് പ്രോഗ്രാം ആണ്. ഏകാരോഗ്യം അല്ലെങ്കിൽ വൺ ഹെൽത്ത്. ഇത് പല പരീക്ഷകൾക്കായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ചോദിക്കുന്നുണ്ട് കേട്ടോ, പല പരീക്ഷകളുമായിട്ട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി ഏതാണ്? കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലേ? ഏതാണ്? അവയവം കൈമാറുന്ന പദ്ധതി ഏതാണ്? മൃതസഞ്ജീവനിയാണ്, അല്ലെ? മൃതസഞ്ജീവനിയാണ്. ഗുഡ്വിൽ അംബാസിഡർ നിങ്ങൾക്ക് അറിയാം, മോഹൻലാൽ ആണ്. മൃതസഞ്ജീവനിയാണ് പദ്ധതി, മൃതസഞ്ജീവനി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? അമൃതം ആരോഗ്യം, അല്ലെ? ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി അമൃതം ആരോഗ്യമാണ്. ഇതും എപ്പോഴും ചോദിക്കാറുള്ളതാണ്. നമ്മുടെ എന്താണ് ആരോഗ്യക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി മാത്രമായിട്ട് 2 ക്ലാസ്സുകൾ സൈലം PSCയുടെ തന്നെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പരീക്ഷകൾക്ക് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുമുണ്ട്. തീർച്ചയായിട്ടും ആ ക്ലാസ് കാണാത്തവർ ഉറപ്പായിട്ടും കാണണം കേട്ടോ. 2 ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഈ അമൃതം ആരോഗ്യം എന്ന് പറയുന്നത് ഒരു വലിയ പദ്ധതിയാണ്, അല്ലെ? ബൃഹത്തായിട്ടുള്ളൊരു പദ്ധതിയാണ്. അതിനകത്ത് തന്നെ പല കുഞ്ഞു കുഞ്ഞു പദ്ധതികളും വരുന്നുണ്ട്. ഇപ്പൊ നയനാമൃതം എന്ന് പറയുന്ന പദ്ധതി അമൃതം ആരോഗ്യത്തിന്റെ കീഴിൽ വരുന്നതാണ്. ഓക്കെ, പാദസ്പർശം എന്ന് പറയുന്ന പദ്ധതി, പാദസ്പർശം ഏതിന്റെ കീഴിൽ വരുന്നതാണ്? ഈ പറയുന്ന അമൃതം ആരോഗ്യത്തിന്റെ കീഴിൽ വരുന്നതാണ്. ശിരസ് എന്ന് പറയുന്ന പദ്ധതി, ഇതും ഈ പറയുന്ന അമൃതം ആരോഗ്യത്തിന്റെ കീഴിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കാനുള്ള പദ്ധതിയാണ് അമൃതം ആരോഗ്യം എന്ന് പറയുന്ന പദ്ധതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതിന് മുമ്പ് ജസ്റ്റ് ഈ ഓപ്ഷൻസ് ഒന്ന് നോക്കുകയാണെങ്കിൽ, ആയുർദളം എന്തിന്റെ പദ്ധതിയാണ്? ആയുർദളം എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതിയാണ് ആയുർദളം. ഓക്കെ, എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതിയാണ് ആയുർദളം. ആശ്വാസകിരണം എന്താണ്? ആശ്വാസകിരണം കിടപ്പ് രോഗികളുണ്ടല്ലോ, ഈ കിടപ്പ് രോഗികളെ സംരക്ഷിക്കുന്നവർക്ക് അല്ലെങ്കിൽ അവരെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ കൊടുക്കുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം എന്ന് പറയുന്ന പദ്ധതി. കിടപ്പ് രോഗികൾക്കല്ല, കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ കൊടുക്കുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. ഓക്കെ, ഇനി ഇതിലെ മറ്റൊരു പദ്ധതിയും കൂടെയുണ്ട്. സ്പെഷ്യൽ ആശ്വാസകിരണം എന്നൊരു സാധനമുണ്ട്. എന്താണ് സ്പെഷ്യൽ ആശ്വാസകിരണം എന്ന് ചോദിച്ചാൽ, ഈ എൻഡോസൾഫാൻ ദുരിതബാധിതരായിട്ട് കിടന്നുപോയ രോഗികളില്ലേ, എൻഡോസൾഫാൻ ദുരിതബാധിതരായിട്ടുള്ള കിടപ്പ് രോഗികൾ, അവരെ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ കൊടുക്കുന്നതാണ് സ്പെഷ്യൽ ആശ്വാസകിരണം. ഓക്കെ, അപ്പൊ ഈ ആശ്വാസകിരണത്തിലെ 2 കൂട്ടിരിപ്പുകാർക്ക് അല്ലെങ്കിൽ പരിചരിക്കുന്ന ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കുന്ന പദ്ധതിയാണെന്ന് ഓർമ്മിക്കണം. ആരോഗ്യ ജാഗ്രത എന്ന് പറയുമ്പോൾ പകർച്ചവ്യാധികളുമായിട്ട് ബന്ധപ്പെട്ട് പകർച്ചവ്യാധികൾക്കെതിരെയുള്ള പദ്ധതിയാണ് ആരോഗ്യ ജാഗ്രത. ഓക്കെ, ആരോഗ്യ ജാഗ്രത. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാമ്പ് കടിയേറ്റ വ്യക്തിക്ക് നൽകുന്ന പ്രഥമ ശുശ്രൂഷയിൽ ശരിയല്ലാത്തത് ചുവടെ ചേർക്കുന്നതിൽ ഏതാണ്? ഇവിടെ ഓപ്ഷൻസ് ഒന്ന് നോക്കിക്കോണേ. ഇത് A ആണ്, അടുത്തത് B ആണ്, അടുത്തത് C ആണ്, 4ാമത്തെ ഒരു ഓപ്ഷനും ഇവയെല്ലാം എന്നൊരു ഓപ്ഷനും കൂടെ ഉണ്ട് കേട്ടോ. ഇവയെല്ലാം എന്നൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഓക്കെ, പാമ്പ് കടിയേറ്റ വ്യക്തിക്ക് നൽകുന്ന പ്രഥമ ശുശ്രൂഷയിൽ ശരിയല്ലാത്തത് ചുവടെ ചേർക്കുന്നതിൽ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
കടിയേറ്റ ഭാഗം ഹൃദയത്തിന്റെ ലെവലിൽ നിന്നും താഴ്ത്തി വെക്കുക. വേണ്ടേ? നമ്മൾ ഹൃദയത്തിന്റെ ലെവലിൽ നിന്നും അത് വിഷം പടരാതിരിക്കാൻ വേണ്ടിയിട്ട് താഴ്ത്തി വെക്കേണ്ട ആവശ്യമുണ്ട് അല്ലെ? താഴ്ത്തി വെക്കുക. അടിയന്തരമായി ആന്റിവെനം കുത്തിവെക്കാൻ സൗകര്യമുള്ള ആശുപത്രിയിൽ എത്തിക്കുക. പാമ്പിൻ വിഷത്തിനെതിരെ കൊടുക്കുന്ന കുത്തിവയ്പ്പാണ് ആന്റിവെനം അല്ലെ? ആന്റിവെനം, വിഷത്തിനെതിരെ ആന്റിവെനം അല്ലെ? ആന്റിവെനം. അപ്പൊ ആന്റിവെനം കുത്തിവെക്കാൻ സൗകര്യമുള്ള ആശുപത്രിയിൽ എത്തിക്കുക. ശരിയാണ്. അപ്പൊ കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കി രക്തം ഒഴുക്കി കളയുക എന്ന് പറയുമ്പോൾ അത് തെറ്റല്ലേ? അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെ? അപ്പം ഓപ്ഷൻ സി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നവജാത ശിശുക്കളിലെ ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രൂപം കൊടുത്ത പദ്ധതി ഏതാണ്? ഓക്കെ, കുട്ടികളിലുള്ള ജനന വൈകല്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏതാണ് പദ്ധതി? പദ്ധതി ശലഭമാണ് കേട്ടോ. ശലഭം. ഓക്കെ, ശലഭം പദ്ധതിയാണ്. ഇതൊരു കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിങ് പ്രോഗ്രാം ആണ്. ഇപ്പൊ ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് ജനിതകപരമായിട്ടോ ജനനപരമായിട്ടോ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബൃഹത്തായിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത്? ശലഭം എന്ന് പറയുന്ന പദ്ധതി. ശലഭം എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ. അതിന്റെ ബാക്കി ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഹൃദയം നിങ്ങൾക്ക് അറിയായിരിക്കും. എന്താണ് ഹൃദയം? ജന്മനാ ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്ക് അല്ലെ? ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്ക് ചികിത്സ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഹൃദയം എന്ന് പറയുന്ന പദ്ധതി. ആരോഗ്യ കിരണം എന്താ? ആരോഗ്യ കിരണം 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കുണ്ടാവുന്ന മാരക രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചികിത്സാ സഹായം കൊടുക്കുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം. ആർദ്രം ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാനുള്ള പദ്ധതിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്തനാർബുദം കണ്ടുപിടിക്കുന്നതിന് സഹായിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ടെസ്റ്റ് ഏതാണ്? ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ടെസ്റ്റ് ഏതാണ്? അത് മാമോഗ്രാം ആണ് അല്ലെ? മാമോഗ്രാം. ഓക്കെ, മാമോഗ്രാം ആണ്. ഇതിൽ ഈ പാപ്സ്മിയർ ടെസ്റ്റ് ഏതിന്റെ കണ്ടുപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റ് ആണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പാപ്സ്മിയർ ടെസ്റ്റ് ഏതാണ്? ഗർഭാശയമുഖ അർബുദം. ഗർഭാശയമുഖ അർബുദം അല്ലെങ്കിൽ സെർവൈക്കൽ ക്യാൻസർ ആണ്. ഓക്കെ, ഗർഭാശയമുഖ അർബുദം അല്ലെങ്കിൽ സെർവൈക്കൽ ക്യാൻസർ. ഓക്കെ, അപ്പൊ അതാണ് പാപ്സ്മിയർ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഗർഭാശയമുഖ അർബുദം തിരിച്ചറിയാൻ വേണ്ടിയുള്ള ടെസ്റ്റ് ആണ്. അപ്പൊ സ്ഥാനാർബുദം ആണെങ്കിൽ മാമോഗ്രാം ആണ് വരിക. ഓക്കെ, ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ: വേദന കുറയ്ക്കുക, ജീവൻ രക്ഷിക്കുക, ഗുരുതരാവസ്ഥ ഒഴിവാക്കുക, മുകളിൽ പറഞ്ഞവയെല്ലാം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എല്ലാം ഉണ്ടല്ലേ? വേദന കുറയ്ക്കാനും ജീവൻ രക്ഷിക്കാനും ഗുരുതരാവസ്ഥ ഒഴിവാക്കാനും ഒക്കെ പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ്. ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം താഴെ പറയുന്നതിൽ ഏതാണ്? മാരകമായ വൈറസ് ബാധ, ജനിതക കാരണങ്ങൾ, അനാരോഗ്യകരമായ ഭക്ഷണശീലം, സാംക്രമിക രോഗങ്ങൾ. ഏതാണ് ജീവിതശൈലി രോഗം ഉണ്ടാകാനുള്ള പ്രധാന കാരണം? അനാരോഗ്യകരമായ ഭക്ഷണശീലമാണ്. അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണശീലം ആണ്. അടുത്തത് സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആന്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ്? ആന്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയുന്നതിനായി ഏതാണ്? നിങ്ങൾ കറണ്ട് അഫെയറിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓപ്പറേഷൻ അമൃത് ആണ്. ഓപ്പറേഷൻ അമൃത്. ആന്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി ഓപ്പറേഷൻ അമൃത്. ഓപ്പറേഷൻ അമൃത്. ഓക്കെ അല്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ ഏതെല്ലാം? പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ ഏതെല്ലാം? വർദ്ധിച്ച വിശപ്പും ദാഹവും ഉണ്ടാവൂലേ? ഉറപ്പായിട്ടും വർദ്ധിച്ച വിശപ്പും ദാഹവും. കൂടെയുള്ള മൂത്രമൊഴിക്കൽ, ഫ്രീക്വന്റ് യൂറിനേഷൻ ഉള്ളതാണ് പ്രമേഹത്തിന്റെ ലക്ഷണമാണ്. ക്ഷീണമുണ്ടാവുക, എപ്പോഴും ഒരു തളർച്ച ഉണ്ടാവുക അല്ലെ? ക്ഷീണം ഉണ്ടാവുക, അതും പ്രമേഹത്തിന്റെ ലക്ഷണമാണ്. മങ്ങിയ കാഴ്ച, യെസ്, ഉറപ്പായിട്ടും പല ആൾക്കാർക്കും അവിടെയാണ് ഒരു ഡൗട്ട് വരുന്നത്. തീർച്ചയായിട്ടും മങ്ങിയ കാഴ്ച, ബ്ലർഡ് വിഷൻ എന്ന് പറയുന്നത് പ്രമേഹത്തിന്റെ ഒരു സിംറ്റം ആണ്. ഓക്കെ, പ്രമേഹമുള്ള ആൾക്കാരിൽ കാഴ്ചയ്ക്ക് തകരാറുണ്ടാകും. അങ്ങനെ പ്രമേഹമുള്ള ആൾക്കാർക്ക് ഉണ്ടാകുന്ന കണ്ണിന്റെ അസുഖങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഒരു പദ്ധതിയായിട്ടുള്ള നയനാമൃതം എന്ന് പറയുന്നത് കേട്ടോ. നയനാമൃതം എന്ന് പറഞ്ഞാൽ പ്രമേഹജന്യമായ നേത്രപടല രോഗത്തിന്റെ പരിശോധനയും ചികിത്സയും ഉറപ്പാക്കുന്ന പദ്ധതിയാണ് നയനാമൃതം എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ ഈ പറയുന്ന 4 കാര്യങ്ങളും പ്രമേഹത്തിന്റെ ലക്ഷണങ്ങളിൽ പെടുന്നതാണ്. അപ്പം എല്ലാം ശരി എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. എല്ലാം ശരി എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, അപ്പൊ 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു പബ്ലിക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തത്.
ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എത്ര മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇതുപോലത്തെ ക്ലാസ്സുകൾ അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക. ഇനി നിങ്ങൾക്ക് എന്തൊക്കെയാണ് ക്ലാസ് ആയിട്ട് വേണ്ടതെന്നുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അറിയിക്കാം. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള സെഷനിൽ വീണ്ടും കാണാം. താങ്ക്